ഒരു ദിവസം ഹനുമാൻ തന്റെ രൂപം മാറിയിട്ട് ഒരു വയസ്സായ വാനരന്റെ രൂപത്തിൽ നീണ്ട വാൽ നീട്ടിവെച്ച് വഴിയിൽ കിടക്കുന്നു. ആ സമയത്ത് പാണ്ഡവപുത്രനായ ഭീമൻ ആ വഴി വന്നു. ഭീമൻ ഒരു വയസ്സായ കുരങ്ങൻ വഴിയിൽ കിടക്കുന്നത് കാണുന്നു. ആ കുരങ്ങന്റെ നീളമുള്ള വാൽ വഴി നീളെ കിടക്കുന്നു. ഭീമൻ വാനരനോട് പറഞ്ഞു, ഹേ വയസ്സായ കുരങ്ങ, നിനക്ക് ഈ വഴിയിൽ മാത്രമേ കിടക്കാനുള്ളൂ? വേഗം വഴിയിൽ നിന്ന് മാറിക്കിടക്ക്, എനിക്ക് സമയം വഴുകിയിരിക്കുന്നു. ഞാൻ പാണ്ഡവപുത്രനായ ഭീമനാണ്. ഹനുമാൻ കണ്ണുകൾ മെല്ലെ ക്ഷീണിതനെ പോലെ അടച്ചിട്ട് പറഞ്ഞു, എന്നോട് ക്ഷമിക്കൂ, എനിക്ക് എഴുന്നേൽക്കാനുള്ള ശക്തിയില്ല. എൻ്റെ വാൽ എടുത്തു മാറ്റാൻ നിനക്ക് ദയ ഉണ്ടാകണം. എന്നിട്ട് നീ മുൻപോട്ട് പോയിക്കോളൂ. ഭീമൻ, ഞാൻ വളരെ വേഗം വാലെടുത്തു മാറ്റാം. എന്നിട്ട് ഭീമൻ ഒരു കൈ കൊണ്ട് വാലെടുത്തു മാറ്റാൻ ശ്രമിക്കുന്നു. എന്നാൽ രണ്ടു കൈ ഉപയോഗിച്ചിട്ടും ഹനുമാന്റെ വാൽ ഒന്ന് അനക്കാൻ പോലും കഴിഞ്ഞില്ല. അദ്ദേഹം ആകെ വിയർത്തു കുളിക്കാൻ തുടങ്ങി. അപ്പോൾ ഭീമന് തോന്നി, ഇത് സാധാരണ കുരങ്ങനല്ല. ഭീമൻ കൈകൂപ്പിക്കൊണ്ട് ഹനുമാനോട് പറഞ്ഞു, ഇത്രയും ശക്തിയുള്ള അങ്ങ് സാധാരണക്കാരല്ല. അങ്ങ് ആരാണെന്ന് എനിക്ക് ശരിയായ രൂപം കാണിച്ചു തന്നാലും. ഹനുമാൻ തന്റെ വിശ്വരൂപത്തിൽ പ്രത്യക്ഷനായിട്ട് ഭീമനോട് പറഞ്ഞു, ഞാൻ നിന്റെ മൂത്ത സഹോദരനാണ്. നമ്മൾ രണ്ടുപേരും വായുദേവന്റെ പുത്രന്മാരാണ്. ഇതു കേട്ടതും ഭീമൻ ആശ്ചര്യചകിതനായി ഹനുമാനെ കെട്ടിപ്പിടിച്ചു. അതിനുശേഷം ഹനുമാന്റെ കാൽക്കൽ വീണ് മാപ്പിരന്നു. ഹനുമാൻ പറഞ്ഞു, നീ നിന്റെ ശക്തിയും ബലവുമെല്ലാം നല്ല കാര്യങ്ങൾക്ക് ഉപയോഗിച്ചോളൂ, പക്ഷേ അഹങ്കാരത്തോടെ ഉപയോഗിക്കരുത്.